13 വയസ്സായ ഒരു പെൺകുട്ടി ഇപ്പൊ കുറച്ച് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഡിപ്രഷനൊക്കെ കാണിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചു എൻ്റെ ഉമ്മാനോട്. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ ഈ കുട്ടിനെ പ്രസവിച്ച ഉടനെ എന്ത് വെച്ചാൽ സ്കൂളിൽ ജോലി കിട്ടി. ആ കുട്ടിനെ ഇവിടെ ഇട്ടിട്ട് ഏതോ നാട്ടിലെ ജോലി ഇട്ടു. ആ പാല് കുടിക്കുന്ന കുട്ടീനെ എന്ത് ചെയ്തു, ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് അവർ പോയി. പക്ഷെ അന്ന് ആ കുട്ടിനെ മാറ്റി നിർത്തിയതിന്റെ മാനസികാഘാതം കുട്ടിക്കൊരു കൗമാര പ്രായം എത്തിയപ്പോഴാണ് കുട്ടിയിൽ പ്രകടമാകാൻ തുടങ്ങിയത്. ഇപ്പോഴാ പ്രകടമാകണേ. അപ്പോ എന്താ ഭർത്താക്കന്മാരെന്താ ഉപദേശിക്കുന്നത്, കുട്ടികളെ എങ്ങനെ അടുത്ത് പിടിച്ച് അങ്ങനെ നടക്കരുത്, കുട്ടികളെ കുറച്ച് അകലെ നിർത്തിയാലേ ഒരു സ്വയം പര്യാപ്തരാവുള്ളൂ ആണ്. കുട്ടികളെ എങ്ങനെ ഒപ്പം കൊണ്ടിടന്നാല് അവർക്ക് സ്വയം പര്യാപ്തത ഉണ്ടാവില്ല. കുട്ടികളെ ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താന്ന് വിചാരിച്ചങ്ങള്, ഉമ്മ കൊടുക്കേണ്ട അത് 5 വയസ്സ് വരെ ആ കുട്ടിന്റെ കൂടെ ഉമ്മ വേണം. എങ്കിലേ ആ കുട്ടിക്ക് മരണം വരെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ പറ്റുള്ളൂ. അത് പിന്നൊരിക്കൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കാര്യമല്ല. അത് പിന്നൊരു കാലത്ത് അതൊരിക്കലും ഉണ്ടാക്കി കൊടുക്കാൻ എന്തെയില്ല, പറ്റൂല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഉമ്മമാരുടെ സാന്നിധ്യമില്ലാതെ വളർന്ന കുട്ടികൾ ഇനി എന്താ ഭാവി പറയാരങ്ങള്, വാപ്പാക്കും പാക്കും മുന്നോട്ട് പോയാൽ പോരെ, അവർക്ക് ചെലവ് കിട്ടിയാൽ പോരെ, ചോറ് കിട്ടിയാൽ പോരെ, നമ്മളെന്നെ കൊടുക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കും. അതെന്നെ നമ്മളെ കുട്ടികളെ കാര്യം ചെയ്യണത്. എന്താ കുട്ടിക്ക് എന്തെങ്കിലും ഉമ്മല്ലേ അവിടെ, ഉമ്മല്ലേ അവിടെ, വല്യമ്മല്ലേ അവിടെ, ഇവർക്ക് നോക്കണില്ല. ഞാൻ നോക്കുന്നേക്കാളും നോക്കും ഉമ്മ. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം എന്നാ ചോദിക്കുക. നോക്കലൊക്കെ ഉണ്ടാവും, പക്ഷെ എന്താ അറിയോ, ആ ഒരു അകലം ജീവിതകാലം മുഴുവനും ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പുതിയ തലമുറ എന്താ ചെയ്യാൻ പോണത്, ഇപ്പാക്കും മകും എന്താ കുറവ്, എന്തിന്റെ കുറവാ കൊടുക്കുന്നത്? ഞാന് പിന്നെ 40,000 റുപ്യ കൊടുക്കണത് ഹോം നേഴ്സിന്റെ മാസത്തില്. അവിടെ പനി നോക്കാനായിട്ട് നിൽക്കാണ്. പറഞ്ഞിപ്പോ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. ആ ചോദ്യത്തിന് പുതിയ തലമുറ എന്താണ് തയ്യാറായി നിൽക്കുകയാണ്.